വിളയിച്ച നെല്ലിന്റെ രുചിയറിയാതെ, കണ്ടെടുക്കുന്ന കാട്ടുതേനിന്റെ ഗുണമറിയാതെ, വറ്റിയുണങ്ങിയ കണ്ണുനീരിനെ സാക്ഷിയാക്കി തുടികൊട്ടി ചീനി വിളിച്ച് ജീവിതത്തിന്റെ നൃത്തം ചവിട്ടേണ്ടി വന്ന അനേകം മനുഷ്യർ. നമസ്കാരം, ഞാൻ പാർവതി. മനീഷ് മുഴക്കുന്നിന്റെ കീളുവാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ ആസ്വാദനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നാടിന്റെ ചരിത്രമെന്ന് നമുക്ക് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. ഗോത്രവർഗക്കാർ അനുഭവിച്ചിരുന്ന അത്രയും കഠിനമായ ജീവിതാനുഭവം ഈ കഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നാടിന്റെ കഥയാണ്, ഒരു കാടിന്റെ കഥ. ഇതില് ഒട്ടനേകം കഥാപാത്രങ്ങളുണ്ട്. ചീരാളൻ, കരിയാത്തൻ, കരിഞ്ചി, ചെറുമൻ, ചാമൻ, മൂപ്പൻ, രാധ, കമ്മട്ടി, മാല, വെള്ളൻ, മരത്തൻ തുടങ്ങിയ അനേകം കഥാപാത്രങ്ങൾ. ഇവരൊക്കെ താഴ്ന്ന ജാതിക്കാരാണ്. കഥ തുടങ്ങുന്നത് ചീരാളൻ തന്റെ പേരക്കുട്ടിയായ കരിയാത്തനെ എടുത്തിട്ട് തന്റെ കുടിയിലേക്ക് പോകുന്നതാണ്. അപ്പോ അവിടെ ഒരു സ്ഥലത്ത് നല്ല വെളിച്ചമൊക്കെ കണ്ടു കരിയാത്തൻ. അപ്പോ കരിയാത്തൻ ചീരാളനോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ചാച്ചപ്പ, ആടെ എന്തേയ്മാ പരിപാടി? ഇത് അവരുടെ ഭാഷയാണ്, ലിപിയില്ലാത്ത ഭാഷ. ഇത് നമുക്ക് മനസ്സിലാവേണ്ടിയിട്ട് കഥാകൃത്ത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോ ചീരാളന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അവയാഞ്ചു വല്ലിപ്പണിക്കു കരാർ ഉറപ്പിക്കൻ ചെയ്. അതാണ് വല്ലിപ്പണിയുടെ കരാർ ഉറപ്പിക്കൽ. എന്താണ് ഈ വല്ലിപ്പണി? അതായത് ഗോത്രവർഗക്കാരുടെ ദേശീയ ജോലി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് ജന്മിമാരുടെ തോട്ടത്തിൽ അവരുടെ അടിമയായി പണിയെടുക്കുക. അവർ കുടിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ കുടിയിൽ പോകാതെ ഇരിക്കുക. വെയിലും മഴയും തണുപ്പും ഒക്കെ കൊണ്ട് പണിയെടുക്കുക. ഒരാണ്ടത് നീണ്ടു നിൽക്കും. അതിൻ്റെ കരാറാണ് വള്ളിയൂരമ്മയുടെ കാവിലെ ഉത്സവത്തിന് അവർ നടത്തുന്നത്. ജീവിക്കാനുള്ള പാടുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ കരാറൊക്കെ ഉറപ്പിക്കുന്നത്. പിന്നെയുള്ള പണി എന്ന് വെച്ചാൽ കാട്ടിൽ പോയി തേനെടുക്കുക എന്നതാണ്. അപ്പോ ഈ ചീരാളന് ഒരു മകനുണ്ട്. വെള്ളൻ എന്നാണ് അവന്റെ പേര്. ചീരാളന്റെ ഭാര്യയുടെ പേര് കമ്മട്ടി എന്നാണ്. വെള്ളന് കല്യാണ പ്രായമായി. അപ്പോൾ വെള്ളൻ ഒരിക്കലും വല്ലിപ്പണി ചെയ്തിട്ടില്ല. ചീരാളന്റെ സഹായിയായി പോകുന്നു എന്ന് മാത്രം. അപ്പോ മാല എന്ന പെൺകുട്ടിയെ വെള്ളൻ കല്യാണം കഴിക്കുകയാണ്. ഗോത്രവർഗക്കാരുടെ പ്രത്യേക തരത്തിലുള്ള കല്യാണ ചടങ്ങുകളൊക്കെ വളരെ വ്യക്തമായി ഈ ഒരു പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു മകനും ജനിച്ചു അവർക്ക്. അവന്റെ പേരാണ് കരിയാത്തൻ. അവന് കുറച്ച് 3 വയസ്സൊക്കെ ആയപ്പോ ഒരു പനി പിടിച്ചു. അപ്പോ പണമില്ല അവർക്ക് അങ്ങനെ ചികിത്സിക്കാനൊക്കെ. അപ്പോ ഈ ചീരാളനും വെള്ളനും കമ്മട്ടിയും മാലയൊക്കെ വള്ളിയൂരമ്മയെ നൊന്ത് പ്രാർത്ഥിച്ചു. നേർച്ചകളൊക്കെ നേർന്നു. ഈ ഒരു കഥയിലെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു പ്രധാന കഥാപാത്രമില്ല. ആദ്യം ചീരാളനായിരിക്കും, പിന്നെ വെള്ളൻ, അവസാനം കരിയാത്തൻ. അങ്ങനെ 3 തലമുറകളുടെ കഥയാണത്. അങ്ങനെ പനിയൊക്കെ മാറി. വള്ളിയൂരമ്മയുടെ നേർച്ച ആര് നേർന്നു കൊടുക്കും? വള്ളിയൂരമ്മ എന്ന് പറഞ്ഞാൽ കാടിന്റെ മക്കൾക്ക് തൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ്. അങ്ങനെ വെള്ളൻ വല്ലിപ്പണിക്ക് പോവാൻ തീരുമാനിച്ചു, ഒരു അടിമപ്പണിക്ക്. ഉത്സവ നാളെത്തി വെള്ളൻ കരാറും കൊടുത്തു. അങ്ങനെ ചേർന്നു. അപ്പോ വെള്ളന് തന്റെ കുടിയിലേക്ക് പോവാൻ തന്നെ അനുവാദമില്ലാതായി. ഒടുക്കം രണ്ടും കൽപ്പിച്ച് വെള്ളൻ കുടിയിലേക്ക് പോന്നു. രാവിലെ അതാ ജന്മിമാരുടെ കാര്യസ്ഥൻ അവനെ തേടിയെത്തുന്നു. അവനെ കൊണ്ടുപോയി നന്നായി തല്ലി. എന്നിട്ട് അവന്റെ ഭാര്യയായ മാലയെ കൊന്നുകളഞ്ഞു. രാവിലെയാണ് ആ സത്യം
വെള്ളന്റെ കുടുംബക്കാർ അറിയുന്നത് മാലയെ കാര്യസ്ഥൻ കൊന്നു എന്ന്. അന്ന് കരിയാത്തന്റെ പ്രായം വെറും 4 വയസ്സ്. പിന്നീട് മാലയെ കൊന്ന കാര്യസ്ഥനെ വെള്ളൻ കൊന്നു. പിന്നീട് ഒരിക്കലും ആ ഊരിലുള്ള ആരും വെള്ളനെ കണ്ടിട്ടില്ല. അതൊരു നമുക്ക് എന്താ പറയാ ഒരു പ്രത്യേക തരത്തിലുള്ള വികാരം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. കരിയാത്തൻ അങ്ങനെ വളർന്നു വന്നു. കരിയാത്തനാകെ ചീരാളനും കമ്മട്ടിയും മാത്രം. കരിയാത്തന്റെ ലക്ഷ്യം എന്ന് വെച്ചാല് ഈ ജന്മിമാരെ ഇപ്പൊ താഴ്ന്ന ജാതിക്കാർ അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ലേ, അതൊക്കെ എന്താ പറയാ വംശനാശം സംഭവിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ കെടുത്തിക്കളയുക എന്ന ഒരു ലക്ഷ്യമാണ്. ഈ വള്ളിയൂരമ്മ എന്ന് വെച്ചാല് തന്റെ അമ്മയെ പോലെയാണ് ഈ കാടിന്റെ മക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ആ വള്ളിയൂരമ്മയുടെ ചരിത്രം? ഒരു പെൺകുഞ്ഞ് വള്ളിയൂർക്കാട്ടിൽ പിറവിയെടുത്തു. ആ ഒരു സമയത്ത് അന്നത്തെ മൂപ്പൻ ഒരു സ്വപ്നം കണ്ടു. ഒരു കുഞ്ഞ് വള്ളിയൂർക്കാട്ടിൽ പിറവിയെടുക്കുന്നതും ഈ മൂപ്പനോട് ആ കുഞ്ഞ് പറയുന്നതും ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ പിറവിയെടുത്തിരിക്കുന്നത്. എനിക്കിവിടെ ഒരു ഇരിപ്പിടം സമ്മാനിക്കുക. പക്ഷേ ആ ഇരിപ്പിടത്തിന് മേൽക്കൂര ആവശ്യമില്ല. കാരണം എൻ്റെ മക്കൾ വെയിലും മഴയും തണുപ്പും ഒക്കെ ഏറ്റാണ് വളർന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മേലാളന്മാർ, അതായത് നമ്പൂതിരി ബ്രാഹ്മണന്മാരൊക്കെ ഈ കാട്ടുജാതിക്കാരെ വിശ്വസിപ്പിച്ച്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ചടങ്ങൊക്കെ തെറ്റാണെന്നൊക്കെ വിശ്വസിപ്പിച്ച് വള്ളിയൂരമ്മയുടെ കാവിനെ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഗോത്രവർഗക്കാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് അവിടെ ഒരിക്കലും കയറാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ ഒരിക്കൽ കരിയാത്തൻ ആ കാവിലേക്ക് കയറി. തൻ്റെ അമ്മയെ, വള്ളിയൂരമ്മയെ മനം തൊന്നവൻ പ്രാർത്ഥിച്ചു. എന്നിട്ടോ ബ്രാഹ്മണന്മാർ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാട്ടുജാതിക്കാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക്, കാടിന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി പിറവിയെടുത്ത ആ ഒരു വള്ളിയൂരമ്മയെ ഇപ്പോൾ അടുത്ത് നിന്ന് കാണാൻ താഴ്ന്ന ജാതിക്കാർക്ക് കഴിയുന്നില്ല. എന്തൊരു കഷ്ടം! ശുദ്ധജലമൊക്കെ തളിച്ചു ഇങ്ങനെ കരിയാത്തൻ കയറിയത് കൊണ്ട്. അപ്പോ ഈ കാടിന്റെ മക്കളൊക്കെ അവനെ തള്ളി പറയാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ വള്ളിയൂരമ്മയുടെ കാവിലേക്ക് കയറിയത്, അങ്ങനെയൊക്കെ. അപ്പോ അവൻ സങ്കടപ്പെട്ട് ഒരു കാട്ടിലേക്ക് പോയി. ഇതിനിടയ്ക്ക് മരത്തൻ എന്ന കഥാപാത്രം ഈ കഥയിലേക്ക് കയറി വരുന്നുണ്ട്. രാധ എന്ന കഥാപാത്രവും പിന്നെ മൂപ്പൻ. രാധ എന്ന് പറയുന്നത് നമ്മുടെ കരിയാത്തന്റെ പ്രണയിനി കൂടിയാണ്. അപ്പോ കരിയാത്തൻ കാട്ടിൽ പോയി അങ്ങനെ നിന്നു. ചാമൻ എന്ന് പറയുന്നത് അവന്റെ സ്വന്തം അച്ഛനെ പോലെയാണ്. അത്രയും സ്നേഹമാണ് ചാമനോട്. ആ ചാമൻ അവന് ആ കാടിന്റെ രാത്രിയില് കാട്ടിൽ പോയി ചാമൻ അവനെ കാണാൻ. ചാമന്റെ കയ്യിൽ 2 പൊതിച്ചോറുണ്ട്. അപ്പോ അത് നമ്മുടെ കരിയാത്തന് കൊടുത്തു. നീ അത് തിന്നോ എന്ന് പറഞ്ഞു. കരിയാത്തൻ സ്നേഹപൂർവം ആ ഭക്ഷണം തിന്നു. എന്നിട്ടാണ് അവൻ ആ സത്യം മനസ്സിലാക്കിയത്. തന്നെ ചതിക്കുകയായിരുന്നു ചാമൻ. താൻ കാവിൽ കയറിയത് കൊണ്ട് ഇനി ഈ ഊരില് അവന് സ്ഥാനമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിഞ്ഞിരുന്നു. അതാണ് കരിയാത്തൻ ഭക്ഷിച്ചത്. സ്നേഹബന്ധത്തിന്റെ ഒരു തീം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്, ഈ ലാസ്റ്റ് സന്ദർഭത്തെ. അത്രയും നമുക്ക് ഈ കരിയാത്തൻ തൻ്റെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറായ കരിയാത്തനെ നാട് തള്ളിപ്പറയുക എന്ന് വെച്ചാൽ അത് വായനക്കാർക്ക് എന്താ പറയുക, ആ നാട്ടുകാരോടെല്ലാം എന്തൊരു വെറുപ്പ് അനുഭവപ്പെടുന്നു. അത് തന്നെയാണ് വായനക്കാരുടെ ഇങ്ങനത്തെ വികാരം തന്നെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വിജയവും. ഇപ്പോ നമ്മള് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഗോത്രവർഗക്കാരുടെ ഭാഷ നമുക്ക് തന്നെ പിടികിട്ടും. അത് നമുക്ക് തന്നെ ശീലാകും.
പിന്നെ ആ കാടിൻ്റെ മക്കളെ നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ അയൽവാസിയെ പോലെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള കഥയാണ് ഈ കീളുവാരങ്ങൾ.